Hi friends, welcome back to day 18, 30-day study plan of Laboratory Assistant 10th Mains Examination. നാളെ ഡേ 18 ആണ്. എന്തെല്ലാം കാര്യങ്ങളാണ് ഡേ 18ൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് നോക്കാം. ആദ്യം മാത്സിൽ വർക്ക് ആൻഡ് ടൈം, സമയവും പ്രവൃത്തിയും എന്ന ആ ഒരു ടോപ്പിക്കാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സമയവും പ്രവൃത്തിയും. ഇനി ഇംഗ്ലീഷിലേക്ക് വരാം. ഇംഗ്ലീഷിൽ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് ബെൽ ഇംഗ്ലീഷ് എന്ന ചാനലിൽ മെം സീരീസ് എടുത്ത് വെച്ചിട്ട് അതിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് മാത്രം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അല്ലേ. അപ്പോൾ അതിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലൊരു കുറച്ചല്ലേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ചെയ്തത് വെച്ച് നിർത്തിയതിൻ്റെ ബാക്കി ഭാഗം ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ കൂടി എടുത്തിട്ട് അതിലെ PYQs നിങ്ങളൊന്ന് സോൾവ് ചെയ്യാം. അതുപോലെ തന്നെ മലയാളവും അങ്ങനെ തന്നെ ചെയ്യാം. ഫസ്റ്റ് ബെൽ മലയാളം എടുക്കുക, അതിൽ മെം സീരീസ് ഉണ്ട്, അതിലെ മലയാളം സോർട്ട് ചെയ്തിട്ട് അത് മാത്രം ചെയ്യുക. ഇനി അതിൽ തെറ്റിപ്പോയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങളതൊന്നും കൂടി ആ ഭാഗം ആവർത്തിച്ച് പഠിക്കുക. അത്രയും മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷും മലയാളവും തരുന്നത്. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾ സെപ്റ്റംബർ 2024 കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിൻ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ നൊബേൽ പഠിക്കുക കേട്ടോ. നൊബേൽ 2024, 2023 ഈ 2 പോയിന്റ്സ് നിങ്ങൾ പഠിക്കുക. നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് പഠിക്കുക. ഇനി ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും, നൊബേൽ പ്രൈസുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ മാർച്ച് 2025 കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മാർച്ച് 2025 PSC ബുള്ളറ്റിൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ റിവൈസ് ചെയ്തെടുക്കുക. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് SCERT ഹോട്ട് ചാപ്റ്റേഴ്സിലേക്ക് വരാം. SCERT ഹോട്ട് ചാപ്റ്ററിൽ പഠിക്കേണ്ടത് സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 1 കെമിസ്ട്രിയാണ്. ആറ്റത്തിൻ്റെ ഘടന. പുതിയ SCERT പുസ്തകമല്ല, ഓർക്കണം, ഓൾഡാണ്. 9th സ്റ്റാൻഡേർഡ് ഫസ്റ്റ് ചാപ്റ്റർ ആറ്റത്തിൻ്റെ ഘടന. അതുപോലെ തന്നെ 9th സ്റ്റാൻഡേർഡ് 5th ചാപ്റ്റർ ആസിഡ് ബേസ് ലവണങ്ങൾ ഈ 2 ചാപ്റ്റേഴ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിക്കുക. ഇനി സമയമുള്ളവർക്ക് ഈ ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഹോട്ട് ടോപ്പിക് തരുന്നുണ്ട്. ഹോട്ട് ടോപ്പിക്സിൽ ഇതൊക്കെയാണ്. ആറ്റവുമായി ബന്ധപ്പെട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിക്കണം. അതുപോലെ മൗലിക കണങ്ങൾ ആ ഒരു ഭാഗവും നിങ്ങൾ പഠിക്കണം. ആറ്റം, സബ്ഷെൽ കോൺഫിഗറേഷൻ, അതുപോലെ മൗലിക കണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അടുത്ത ഹോട്ട് ടോപ്പിക്ക് ആസിഡ് ആൽക്കലി. അത് ഈ ഒരു ചാപ്റ്ററിൽ കവറായി പോകും. 9th സ്റ്റാൻഡേർഡിൽ 5th ചാപ്റ്ററിൽ കവറായി പോകുന്നതാണ്. സമയമുള്ളവർക്ക് അത് ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് എടുത്ത് വെച്ച് പഠിക്കാവുന്നതാണ്. അടുത്തത് വാതക നിയമങ്ങളാണ്. വാതക നിയമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് സെക്രട്ടേറിയറ്റ് OA എക്സാമിന് വന്നിരുന്നു. ഡയറക്റ്റ് ആയിട്ടല്ല, എന്താണ്, വോളിയം കൂടുമ്പോൾ പ്രഷർ എങ്ങനെയാണ് മാറ്റം വരുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യമാണ് വന്നിരുന്നത്. അപ്പോൾ വാതക നിയമങ്ങൾ നമ്മൾ പഠിക്കണം, നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം സ്റ്റേറ്റ് ഓഫ് മാറ്റേഴ്സ് പഠിക്കുക. ഓക്കെ. പിന്നെ രൂപാന്തരത്വം, pH, അക്വാറീജിയ, ഇതൊക്കെ ചെറിയ ടോപ്പിക്കാണ്. വാതക നിയമം, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, pH, അക്വാറീജിയ എന്നതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്. പഠിച്ചിരുന്നാൽ pHയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. നമുക്കൊരു മാർക്ക് കരസ്ഥമാക്കാവുന്നതാണ്. അടുത്തത് രൂപാന്തരത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതാണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ആറ്റവും ആസിഡ് ആൻഡ് ആൽക്കലി എന്നുള്ളത് നമ്മുടെ SCERT ചാപ്റ്റേഴ്സ് പഠിക്കാനിലൂടെ കവറായി പോകും. കൂടുതൽ സമയമുള്ളവർ അത് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പഠിക്കുക. അല്ലാത്തവർ SCERT ചാപ്റ്റേഴ്സും അതോടൊപ്പം വാതക നിയമവും, സ്റ്റേറ്റ് ഓഫ് മാറ്റർ, രൂപാന്തരത്വം, pH, അക്വാറീജിയ, ഈ pH, അക്വാറീജിയ അതുപോലെ വാതക നിയമങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആയിരിക്കും. ഇനി ഇതുകൂടാതെ ഹോട്ട് ടോപ്പിക്സ് റിവൈസ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട്. ഹോട്ട് ടോപ്പിക്സ് റിവൈസ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? LPG നമ്മൾ പറഞ്ഞു, നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, തീർച്ചയായിട്ടും ഈ ഭാഗം പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അടുത്തത് ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പഠിക്കണം. ഹരിത വിപ്ലവത്തിൻ്റെ മേന്മകൾ ഏതൊക്കെയാണെന്ന് പഠിക്കണം. മേന്മകളിൽ പെടുന്നതേത്, പെടാത്തതേത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് റിവൈസ് ചെയ്യാം. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് കൂടി റിവൈസ് ചെയ്യുമ്പോൾ ഡേ 18 ടോപ്പിക്സ് കഴിയും. നിങ്ങൾ സമയക്കുറവുണ്ട് എന്ന് എനിക്കറിയാം. നമ്മൾ കുറച്ചുകൂടി ഒന്ന് ആഞ്ഞ് ശ്രമിച്ചാൽ മാത്രമേ ഇത് ഇത്രയും കവർ ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാവരും ആ ഒരു സമയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡേ 18 പറയാനുള്ളത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക്